ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന നേതാക്കളെ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് എംഎൽഎയുമായ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി ഒരു കുടുംബം എഴുതിയ സോഷ്യൽ മീഡിയ കുറിപ്പും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച യുവതിയുടെ മൃതദേഹം വിട്ടു നൽകാൻ കൊച്ചിയിലെ അമൃത ആശുപത്രി അധികൃതർ വിസമ്മതിച്ചപ്പോൾ അവിടെ ഇടപെടൽ നടത്തിയാണ് രമേശ് ചെന്നിത്തല ശ്രദ്ധ നേടിയത്. ബില്ല് ക്ലിയർ ചെയ്യാൻ രാത്രി തന്നെ ആശുപത്രി ആവശ്യപ്പെട്ടു. അല്ലാതെ മൃതദേഹം വിട്ടു നൽകില്ലെന്ന നിലപാടും സ്വീകരിച്ചതോടെയാണ് കുടുംബം ചെന്നിത്തലയെ വിളിച്ചത്. ഹരിപ്പാട് സ്വദേശിനിയായ ധന്യ ബിജുവാണ് മരിച്ചത്. സഹോദരിയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ തടസ്സം നേരിട്ടതിനെ കുറച്ച് സഹോദരി രമ്യ ദിനുവാണ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത്. അമൃത ആശുപത്രിയിലായിരുന്നു സംഭവം. കുടുംബത്തിന് ഇൻഷുറൻസും ഉണ്ടായിരുന്നു. ഈ ഇൻഷുറൻസ് ഡെസ്കിന്റെ പ്രവർത്തനം രാത്രി 8 മണിക്ക് ശേഷം ഇല്ലെന്ന് പറഞ്ഞാണ് ആശുപത്രി അധികൃതർ രാത്രിയിൽ തന്നെ 9 ലക്ഷം രൂപയോളം അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടത്. ഇൻഷുറൻസ് അപ്രൂവൽ ലഭിക്കുന്നതിന് മുൻപ് 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കുടുംബം അടച്ചിരുന്നു. പിന്നീട് അപ്രൂവൽ വന്നതിന് ശേഷമാണ് ചികിത്സ ഇൻഷുറൻസിലേക്ക് മാറ്റിയത്. പിന്നീട് പണവും അവർ ആവശ്യപ്പെട്ടിട്ടില്ല. ശരിക്കും ക്ലെയിം സെറ്റിൽ ചെയ്യുമ്പോൾ നിയമപ്രകാരം തങ്ങൾക്കാണ് പണം തിരികെ നൽകാനുള്ളത്. എന്നിട്ടും രാത്രിയിൽ തന്നെ 9 ലക്ഷം രൂപയോളം അടയ്ക്കുവാനാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത്. മൃതദേഹം വിട്ടുകിട്ടാത്ത അവസ്ഥ വന്നതോടെയാണ് കുടുംബം ചെന്നിത്തലയുടെ സഹായം തേടിയത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഇടപെടൽ ഏറെ ഞെട്ടിച്ചുവെന്നാണ് മരിച്ച യുവതിയുടെ സഹോദരി ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ